ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെയുള്ളത് 17th ബീറ്റ ബാച്ചിൽ പഠിച്ച പേര് പറയൂ. ജമീറ അല്ലേ? സാധാരണ സെമീറ എന്നാ കേൾക്കല്, ജമീറാന്ന് റയറായിട്ട് കേൾക്കല്. സമീറ തന്നെ വിളിക്കല്, പക്ഷെ ലീഗലി ജമീർ ആയതുകൊണ്ട് ജമീറാന്നല്ലേ? ഓക്കെ. നിങ്ങൾക്കിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ഒരു അക്യുപഞ്ചർ പഠിച്ച് ഇപ്പം ചികിത്സകയായി ഒരുപാട് അനുഭവങ്ങളിലേക്കൂടെയൊക്കെ നമ്മുടെ ചികിത്സാ പഠനം പൂർത്തിയായതിനു ശേഷം ഇപ്പം ചികിത്സയായി നിൽക്കുകയാണല്ലോ. എൻ്റെ ചോദ്യം, ആദ്യം അക്യുപഞ്ചറിന് എവിടുന്നാണ് കേട്ടത്? അക്യുപഞ്ചറിന് കേട്ടത് കുറേ 10-25 വർഷത്തോളം ആയിട്ടുണ്ടാവും. മുമ്പ് എനിക്ക് ചെറിയ മക്കളെല്ലാം ഉള്ള സമയത്ത് ഇങ്ങനെ മാധ്യമം പേപ്പറിലൊരു മിഡിൽ പേജിൽ ഒരു ലേഖനം വന്നു. അപ്പോൾ അതിൽ ചുരുക്കം എന്ന് വെച്ചാൽ മരുന്നില്ലാത്ത ചികിത്സ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാകണം അക്യുപങ്ക്ചറിസ്റ്റ്. അപ്പോൾ ഈ മരുന്നില്ലാത്ത ചികിത്സ എന്ന് കേട്ടപ്പോൾ എൻ്റെ മക്കളെല്ലാം ശ്വാസം മുട്ടലായിട്ട് കൂടെ ഡോക്ടറടുത്ത് പോകുന്ന ഒരു സാഹചര്യം അന്നേരം. അപ്പോൾ അതെങ്ങനെയാന്ന് അന്നേരം മുതൽ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ എവിടുന്നും എന്താ പറയാൻ, പഠിക്കാനും ചികിത്സിക്കാനും എല്ലാം പറ്റിയത് ഈ സമയത്താണ്. ഈ 17th ബീറ്റയിൽ ഞാൻ പഠിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് അക്യുപങ്ക്ചറിനെ പറ്റിയിട്ട് അങ്ങനെ കേട്ടതും ചികിത്സിക്കാൻ പറ്റിയതും എല്ലാം. അതിനോടനുബന്ധിച്ച് തന്നെ വേഗം പഠിക്കാനും ചാൻസ് കിട്ടി. അൽഹംദുലില്ലാ. 25 കൊല്ലം മുന്നേ ഞാനൊന്നും അക്യുപഞ്ചർ എന്നുള്ള പേര് പോലും കേട്ടില്ല കേട്ടോ. എൻ്റെ ബ്രദർ 18-19 വർഷം മുന്നേ അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു, കുതിരമെന്ന് വീണതിന് ശേഷം. ആ സമയത്താണ് ആദ്യമായിട്ട് അക്യുപഞ്ചർ എന്നുള്ള പേര് കേൾക്കുന്നത്. അപ്പോൾ മാധ്യമത്തിൽ ഇങ്ങനെ ഒരു ലേഖനം വന്നിട്ടുണ്ടല്ലേ? നമ്മൾ ഒരു വൈഫൊക്കെ ഏകദേശം ഒരു 10 വർഷം മുന്നേ പറയാറുണ്ട് ഒരു വീട്ടിൽ ഒരു അക്യുപഞ്ചറിസ്റ്റെങ്കിലും വേണം എന്നുള്ളത്. നിങ്ങളിപ്പോൾ ആ പേപ്പറിൽ വായിച്ച സംഗതിയും അത് കേട്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി. 25 വർഷം മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അതെ. അപ്പം ഞാനും എൻ്റെ അതേ ചിന്താഗതി എൻ്റെ കസിന് തസ്നി. അപ്പം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ചോദിച്ചു, നീ വായിച്ചിന്? അത് ഞാനും വായിച്ചിനെന്ന് അവൾ പറഞ്ഞ്. ഇപ്പൊ നമ്മൾ രണ്ടാളും തന്നെയാണ് ഇപ്പൊ അവസാനം പഠിക്കാനും എത്തിയത്. അന്ന് വായിച്ച് അന്നൊരു ആഗ്രഹം വെച്ച് അത് പഠിച്ചവൻ എത്തിച്ചു തന്നു. അൽഹംദുലില്ലാ. ഇപ്പൊ ഈ ചികിത്സയിലേക്ക്, ഈ ചികിത്സാ പഠനത്തിന് വന്നതിന് ശേഷം നിങ്ങൾക്കോ അല്ലെ നിങ്ങളെ മക്കൾക്കോ അല്ലെ നിങ്ങളെ ഭർത്താവിനോ അല്ലെ കുടുംബത്തിലെ തൊട്ടടുത്തുള്ള ആർക്കെങ്കിലും ഈ ചികിത്സ ഉപയോഗപ്പെട്ടോ ഈ പഠിക്കുന്ന സമയത്ത്? അൽഹംദുലില്ലാ. പിന്നെ പഠിക്കാൻ തുടങ്ങിയ മുതൽ നമ്മൾ അതിന് മുന്നേ എൻ്റെ ഹസ്ബൻഡിനെല്ലാം അക്യുപങ്ക്ചർ ചികിത്സയിലേക്ക് എത്തപ്പെട്ട് പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിലോ ഡോക്ടറടുത്തോ പോകേണ്ട വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്കും പോകേണ്ട വന്നിട്ടില്ല. ഞാൻ ആ സമയത്ത് ഒരു സ്കിന്നിന് പ്രശ്നം ഉണ്ടായിട്ട് ഡോക്ടറടുത്ത് കാണിച്ച് മരുന്നെല്ലാം വാങ്ങിയത്. പഠിക്കാൻ തുടങ്ങിയ ആ മരുന്നെല്ലാം കളഞ്ഞ് അങ്ങനെ പിന്നെ ആ മരുന്ന് ഉപയോഗിക്കേണ്ട വന്നിട്ടില്ല. മരുന്നില്ലാണ്ട് ജീവിക്കാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതേപോലെ ഇങ്ങനെ ജീവിക്കാൻ പോകുന്നു. പഠിച്ച സംഗതി നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കി എന്നുള്ളതാണ് അല്ലേ? ഹസ്ബൻഡിന് എന്തായിരുന്നു അസുഖം? ഹസ്ബൻഡിന് ശ്വാസം മുട്ടൽ, നടുവേദന, മുട്ടുവേദന എല്ലാം ഉണ്ടാകാറുണ്ട്. ഇപ്പം മരുന്നെല്ലാം ഉപയോഗിക്കുന്ന ആളാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ മരുന്നൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടാകുന്നുണ്ട്, എന്നാലും അതിനെ മരുന്നില്ലാണ്ട് അതിജീവിക്കാൻ പറ്റുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ ആ ഒരു ഉറപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അൽഹംദുലില്ലാ. ഈ ശ്വാസം മുട്ടെന്ന് കേൾക്കുമ്പോഴേ കുറേ കാലമായോ? എത്ര കാലമായി ശ്വാസം മുട്ട് വന്നിട്ട്? ശ്വാസം മുട്ടിന് ഹസ്ബൻഡിന് പിന്നെ മറ്റേ തുമ്മൽ കാരണം നസൽ സ്പ്രേ ഉപയോഗിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അത് പിന്നെ കാലക്രമേണ ശ്വാസം മുട്ടലിലേക്ക് എത്തപ്പെട്ടതാണ്. അത് ശരിയാണ്. ഈ ശ്വാസം മുട്ടൽ രോഗികൾക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യം ചെറിയൊരു കഫത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും. പിന്നെ അതിന് നിരന്തരം മരുന്ന് കഴിക്കുമ്പോഴും പിന്നെ ഓരോ കാലാവസ്ഥയിലും ഒക്കെ നിരന്തരം അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേക്കാറുണ്ട്. ഇത് പൂർണ്ണമായിട്ടും മാറുന്നില്ല. ഇതര ചികിത്സകളിലൊക്കെ നോക്കുമ്പോഴേ രോഗിക്ക് സാവധാനം പ്രയാസം കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നത്. അക്യുപഞ്ചറിലൂടെ നിങ്ങൾ ഈ ശ്വാസം മുട്ടിന് ചികിത്സ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്? ശ്വാസം മുട്ടലിൻ്റെ ചികിത്സ ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് രാത്രിയത്തെ ഭക്ഷണം തന്നെയാണ്. രാത്രിയത്തെ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ നമുക്ക് പ്രയാസമില്ലാതെ നല്ലോണം പോകാൻ പറ്റും മുമ്പോട്ട്. പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ തീർത്തും എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ടോ അങ്ങനെ ഫ്രൂട്ടോ ആക്കിയിട്ട് മാറ്റില്ല ചെയ്യരുത് സാധാരണ ഹസ്ബൻഡ്. അസുഖം വന്നാൽ 1-2 ദിവസം കൊണ്ട് അത് മാറുകയും ചെയ്യും. അല്ലാത്തപ്പം ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച് ഒരു 5-6 ദിവസം ആവും ശ്വാസം മുട്ടൽ ചുമയെല്ലാം കുറയണമെങ്കിൽ.
നമുക്ക് ശ്വാസം മുട്ടൽ വർദ്ധിക്കുന്ന സമയത്ത് രാത്രിയുള്ള ഫുഡ് ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവമുണ്ട് രാത്രിയുള്ള ഫുഡ് ഒഴിവാക്കും. ഈ ഫുഡും ഭക്ഷണവും ഈ ശ്വാസം മുട്ടലായിട്ട് എന്താ ഒരു ബന്ധം എന്ന് ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കൗതുകം തോന്നില്ലേ? ഇപ്പൊ അനുഭവിച്ച ഉണ്ടോ? അതെ, ആദ്യം നമ്മള് വയറിന് പ്രശ്നം വന്നാലല്ലേ ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളൂ എന്നുള്ള ആ ചിന്ത. ഇപ്പോഴാണ് ഏത് അസുഖവും നമ്മൾ വയറുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഹെർബൽ മെഡിസിൻ ഉണ്ടാക്കുന്ന കമ്പനി നടത്തിയ ആളാണ്, ബ്രദറായിരുന്നു അതിലാദ്യം മാനേജ് ചെയ്തത്. ഈ കമ്പനി ഉള്ള സമയത്ത് തന്നെ അവിടെ ഒരു വൈദ്യൻ, നാട്ടുവൈദ്യം വരുമായിരുന്നു. അദ്ദേഹം പറയാറുള്ളത് ഞാൻ കേട്ടതാണ്, വയറ് ശുദ്ധമായാൽ ശരീരം മൊത്തം ശുദ്ധമായി എന്നുള്ളത്. അപ്പം വയറിലാണ് എല്ലാമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. എന്തായാലും ഈ ശ്വാസം മുട്ടിൻ്റെ സംഗതി ഇപ്പം ജനങ്ങൾക്ക് ഏറ്റവും പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ കൂടുന്ന ചാൻസ് ഉള്ളതാണ്. ഇപ്പോൾ ഈ ഓരോ കാലാവസ്ഥ വരുമ്പോഴും പ്രയാസം വരും. ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറ്റം പറയും, എന്തിനാ ശ്വാസം മുട്ട രോഗികൾ പ്രത്യേകം പറയും ആ മഴ കൊണ്ടിട്ടാണ്. മഞ്ഞുകാലം വന്നു കഴിഞ്ഞാൽ പറയും ആ മഞ്ഞ് തട്ടിയിട്ടാണ്. ഇനിയിപ്പോൾ പൊടിക്കാലം വന്നു കഴിഞ്ഞാൽ പൊടി തട്ടിയിട്ടാന്ന് പറയും. അതുപോലെ ചൂടുകാലം വന്നു കഴിഞ്ഞാൽ വേർപ്പോണ്ടുള്ള പ്രയാസം കൊണ്ടാന്നൊക്കെ പറയും. ശരിക്കും കാലാവസ്ഥനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അക്യുപഞ്ചർ ചികിത്സ എടുത്തപ്പോഴേ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ കാലാവസ്ഥ മാറിയപ്പോൾ എന്തെങ്കിലും പ്രയാസം വന്നണോ? ഇല്ല, അങ്ങനെ ആദ്യം ഉണ്ടാകുന്നത് പോലെ ആദ്യം ഇൻഹേലർ എല്ലാം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൺട്രോളിൽ 1-2 ദിവസം കഴിയുമ്പോൾ എന്തായാലും അത് അടിക്കേണ്ടി വരും, സ്പ്രേ അടിക്കേണ്ടി വരും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, എന്താ പറയുക, 2-3 മാസം കൂടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ നിയന്ത്രിച്ച് പോവുകയും ചെയ്യും. ഇപ്പം എത്ര കാലമായി ഈ ഒരു ചികിത്സയിലേക്ക് ഹസ്ബൻഡ് വന്നിട്ട്? ഹസ്ബൻഡ് ഞാൻ പഠിക്കുന്നതിൻ്റെ ഒരു 5-8 മാസം മുമ്പ്, അപ്പോൾ 2 വർഷം കഴിഞ്ഞ്. ശരിയാണ്. അപ്പോൾ ഇതിന് എത്ര കാലം മുന്നേ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു? മെഡിസിൻ ഹസ്ബൻഡ് കുറെ കാലം കഴിച്ച ആളാണ്, കഴിച്ചോണ്ടിരിക്കുന്ന ആളാണ്. ആയിട്ടുണ്ടാവും 20 വർഷമൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? 20 എന്താ പറയാ, അത് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതലേ ഞാൻ നെസൽ സ്പ്രേ അടിക്കുന്ന കണ്ടോണ്ടിരിക്കലുണ്ട്. ഇപ്പോൾ 30-35 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട്. മാഷാ അല്ലാഹ്. 35 വർഷത്തിന് മുന്നേ അത്രയും പഴക്കമുള്ളത് അവർ കാണുന്നത് തന്നെ അപ്പാണ്. ഇനി അതിൻ്റെ 5-10 വർഷം മുന്നേ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഏകദേശം പറയുകയാണെങ്കിൽ 35-40 വർഷത്തോളം മരുന്ന് കഴിച്ചിട്ട് രോഗം മാറിയില്ല. ഇതന്നെ എനിക്ക് അനുഭവം ഉള്ളത്. എന്നുവെച്ചാൽ പ്രത്യേകിച്ചും ഈ ശ്വാസം മുട്ടിന് എത്ര കാലം പല ചികിത്സ ചെയ്ത് കഴിഞ്ഞാലും പ്രയാസം മാറുന്നില്ല. നമ്മളെ ഈ ചികിത്സയിലൂടെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ 2 കൊല്ലമായിട്ടല്ലേ ഉള്ളൂ നമ്മൾ ചികിത്സ തുടങ്ങിയിട്ട്? 2 കൊല്ലമായിട്ട് ഇതുവരെ മരുന്നൊന്നും കഴിച്ചില്ല. 3 മാസം 4 മാസം കൂടുമ്പോൾ ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോൾ ഇവര് ട്രീറ്റ്മെന്റ് കൊടുക്കും, വീണ്ടും ശരിയാവും അല്ലേ? അത് പൂർണ്ണമായിട്ട് മാറും കുറച്ചും കൂടി കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഇത്രയും കാലയളവിൽ മരുന്ന് കഴിച്ച് ശരീരത്തിന് അതിന്റെ ഒരു പ്രയാസം ശരീരം അനുഭവിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എലിമിനേഷനും കുറച്ചൊരു സമയം വേണ്ടി വരും. 40 വർഷം എന്നുള്ളത് ചിലപ്പോൾ അതിൽ 10-1 സമയമെങ്കിലും വേണ്ടി വരും, അറിയില്ല. എന്തായാലും ഓരോരുത്തരുടെ ശരീരം ശുദ്ധിയാകുന്നതിൻ്റെ സമയം ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ ആ പ്രയാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അൺവാണ്ടഡ് കഫൊക്കെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടുള്ള മാതിരി തോന്നാറില്ല. എന്തായാലും ഹൈറായ ഒരു ചികിത്സയാണ്. ഇതുപോലെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ ഈ ഒരു ചികിത്സ ഉപയോഗപ്പെടുത്തിയോ? മക്കൾക്ക് ഉപയോഗപ്പെടുത്തിയെന്ന് വെച്ചാൽ, ഞാനിപ്പം 2 മാസം മുമ്പ് എൻ്റെ മോന് ആക്സിഡൻ്റ് ആയിട്ട് കുറച്ച് പ്രയാസത്തിലായിരുന്നു മോന്. അപ്പോൾ ദൂരെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്തു നിന്നായിരുന്നു ആക്സിഡൻ്റ്. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. മോന് ബോധമില്ലായിരുന്നു. അങ്ങനെ നമ്മളെ കയ്യിൽ എത്തുമ്പോഴേക്കും എന്തായാലും അലോപ്പതി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അവർ. എന്നാലും അൽഹംദുലില്ലാ പിന്നെ നമുക്ക് അക്യുപങ്ക്ചർ ഉപയോഗപ്പെടുത്താൻ പറ്റി. ആക്സിഡന്റ് പോലും അക്യുപങ്ക്ചർ ഉപയോഗപ്പെടുത്താം. എൻ്റെ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു മകൻ്റെ ആക്സിഡന്റ് ഇഷ്യൂ. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള ആക്സിഡന്റ് കേസിനും ഇത് ഉപയോഗപ്പെടുത്താം എന്ന് നമുക്ക് പ്രൂഫായ ഒരുപാട് വീഡിയോസ് വേറെയുണ്ട്. നമുക്ക് ധൈര്യത്തിൽ നമ്മുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് രീതിയിലാണ്, സമഗ്രമായ ചികിത്സയാണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഏതിനെങ്കിലും ഒരു കാര്യത്തിന് ചികിത്സിക്കുമ്പോൾ അനുബന്ധമായ പല രോഗങ്ങളും മാറുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ ചികിത്സയൊക്കെ ആയല്ലോ. ഇപ്പോൾ വടകര ഇരിക്കുന്നുണ്ട്, തലശ്ശേരി ഇരിക്കുന്നുണ്ട്, വേറെ എവിടെ ഇരിക്കുന്നത്? വടകരയും തലശ്ശേരിയും തന്നെ. പിന്നെ വീട്ടിലല്ലാത്ത ദിവസം വീട്ടിൽ ചികിത്സിക്കുന്നുണ്ട്. ഇങ്ങനെ ചികിത്സിക്കുന്ന സമയത്ത് കുറേ കാലം മരുന്ന് കഴിച്ച രോഗികൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നമ്മളെ ചികിത്സയിലൂടെ മരുന്ന് നിർത്താൻ താല്പര്യമുള്ളവർക്ക് ചികിത്സ തരൂ എന്ന് പറയുമ്പോൾ അവരെന്താ പറയുന്നത്? ചിലർ ഭയങ്കര സന്തോഷത്തിൽ ആ മരുന്ന് നമുക്ക് കഴിക്കാൻ ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ തുടരും. ചിലർക്ക്
മരുന്ന് ഒഴിവാക്കാൻ പ്രയാസമുള്ളവർ ഞാൻ ആലോചിച്ചിട്ട് വരാമെന്നുള്ള രീതിയിൽ പേടിയായിരിക്കും അല്ലേ, മരുന്ന് കഴിച്ചാൽ എന്തോ ആയിപ്പോന്നുള്ളത് ആ ഒരു ഭയം ഉണ്ടാവും. അത് ആരും കുഴപ്പമില്ല. അതേപോലെ നമ്മളെ ഉമ്മക്കും കാലിന് ഉള്ള കാലിന് ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ ചിലർക്ക്. അത് വന്നിട്ട് ഇപ്പൊ ഉമ്മ മരുന്നില്ലാതെ അക്യുപങ്ചർ ചികിത്സയിൽ തന്നെ ഞാൻ കുറച്ചു കാലം ചികിത്സിച്ചല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് അറിയാം, നമുക്ക് ശരീരത്തിനുള്ള എല്ലാ പ്രയാസത്തിനും ഈ ഒരു ചികിത്സ മതി എന്നുള്ളതാണ് ഇതുപോലെയുള്ള ജീവസാക്ഷികൾ നമുക്ക് തരുന്ന മറുപടി. പിന്നെ ഒരു എന്താ സഡൻ റിസൾട്ട് എന്ന് പറഞ്ഞ പോലെ മോൾക്ക് പെട്ടെന്നൊരു വയറുവേദന വന്ന്, വയറുവേദന വന്നിട്ട് മോളിങ്ങനെ പടച്ച് കരയുമ്പോൾ ഞാൻ അക്യുപങ്ചർ പഠിച്ചത് കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ മോളെ കൊണ്ടുകൊണ്ടിട്ട് വീട്ടിലാരും ഇല്ല, അപ്പുറത്തെ വീട്ടിൽ ഓടിപ്പോ, അത്രയും വേദന സഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അൽഹംദുലില്ലാ ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മോള് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റപ്പോൾ വയറുവേദന ഇല്ലാണ്ടായി. ശരിക്കും ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിയാൽ പിന്നെ എന്തായാലും അവർക്ക് അവരുടേതായ രീതികളുണ്ടാവും. പോകാണ്ട് നിൽക്കാൻ പറ്റിയത് ഞാൻ പഠിച്ചത് കൊണ്ടാണ്. നമുക്ക് അതിൽ അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷം. എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ ഇതിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് ഓരോ പഠിതാക്കൾക്കും പിന്നെ ചികിത്സകരായി വന്നതിന് ശേഷം ഉറപ്പായിട്ടും വരുന്നത്. ഈ ഒരു ചികിത്സ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗഭയം ഉണ്ടാവില്ല. ഈ ഒരു ചികിത്സാ പഠനം അതുകൊണ്ട് തന്നെയാണ് ഇത്ര കണ്ട് കേരളത്തിൽ വ്യാപിച്ചിരുന്നത്. അല്ലാണ്ട് വലിയ പരസ്യങ്ങളോ വലിയ കട്ടൗട്ടറോ ഒന്നുമില്ലാതെ തന്നെ അവരവരുടെ മൗത്ത് പബ്ലിസിറ്റിയാണ്, അനുഭവിച്ച അനുഭവമാണല്ലോ പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു അനുഭവ പഠനം ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ഇത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗത്തിനുള്ള ഭയം ഉണ്ടാവില്ല. ആ രീതിയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി സൃഷ്ടാവ് എല്ലാവർക്കും ഈ ഒരു പഠനം അവരിലേക്ക് എത്തിച്ചു തരട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അതിന് എത്തിക്കട്ടെ. എല്ലാവർക്കും അക്യുപങ്ചർ സാക്ഷരത നേടാൻ അള്ളാന്റെ തൗഫീഖ് ഉണ്ടാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ.